എന്താണ്? റമളാൻ മാസം കടന്നു വരുമ്പോ ആണായാലും പെണ്ണായാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഒരു പ്രത്യേകമായ മാറ്റം ഉണ്ടാവും. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ആണുങ്ങളാണെങ്കിൽ അവർക്കൊന്ന് നിസ്കരിക്കണമെന്ന് തോന്നും, പള്ളിയിൽ പോകണമെന്ന് തോന്നും, ഇഫ്താർ നോമ്പ് തുറ കൊടുക്കാൻ ഒരാഗ്രഹമുണ്ടാവും അല്ലേ ആണുങ്ങൾക്ക്. പെണ്ണുങ്ങളാണെങ്കിൽ വീടൊക്കെ അടിച്ചു വാരാൻ തോന്നും. കഴിഞ്ഞ മാസങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു വൃത്തിയാക്കൽ, പഴയ വസ്ത്രങ്ങളൊക്കെ എടുത്ത് വൃത്തിയാക്കുന്നു, വീട് തൂത്തുവാരുന്നു, മാറാലകൾ, ചെലന്തി വല കൂട്ടുകൂടി പിന്നെ ചെലന്തി വല അതൊക്കെ അടിച്ചു വാരുന്നു. ഒരു പ്രത്യേകമായ ആവേശങ്ങൾ കാണാം. ചിലര് നിസ്കാരം തന്നെ, അതുവരെ നിസ്കരിക്കാത്തവർ ചിലരെന്ത് ചെയ്യുന്നു? നിസ്കാരം തന്നെ തുടങ്ങുന്നു. അപ്പോൾ കുറെ ആളുകൾ അവരെ കളിയാക്കും. സ്ഥിരം നിസ്കരിക്കാൻ വരുന്ന ആളുകൾ റമളാനിൽ മാത്രം നിസ്കരിക്കാൻ വരുന്ന ആളുകളെ കളിയാക്കും. എന്താണ്? RSP, നീ RSP ആണോടാ എന്ന് ചോദിച്ചിങ്ങനെ കളിയാക്കും. എന്താ RSP? റമളാൻ സ്പെഷ്യൽ പാർട്ടി. നീ എന്താ റമളാൻ സ്പെഷ്യൽ പാർട്ടിയാണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് എന്ത് ചെയ്യും? കളിയാക്കും അല്ലേ? അങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ? കളിയാക്കാൻ പാടില്ല. ഇസ്തിഹ്സാ, പരിഹാസം ഒന്നിനും പാടില്ല, ഒരാളെയും പാടില്ല. ഒരാളെയും നമ്മൾ പരിഹസിക്കാൻ പാടില്ല. ഖുർആൻ പറഞ്ഞു, ലാ യസ്തഹ്സിഉ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. പരിശുദ്ധമായ ഖുർആൻ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം. ഒരു ജനത മറ്റൊരു ജനതയെയും പരിഹസിക്കാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല, തരം താഴ്ത്താൻ പാടില്ല, ചെറുതായി കാണാൻ പാടില്ല, നിസ്സാരപ്പെടുത്താൻ പാടില്ല. ഒരാളെയും ഒരു ജനതയെയും ഒരു വ്യക്തിയെയും ഒരു ജനത മറ്റൊരു ജനതയെയും ഒരു ടീം മറ്റൊരു ടീമിനെയും എന്ത് ചെയ്യാൻ പാടില്ല? ചെറുതായി കാണാനോ പരിഹസിക്കാനോ പാടില്ല. പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. ചില ആൾക്കാർ, ചില ടീമുകൾ, ആ ടീമുകൾ മറ്റു ടീമിന് ഇഷ്ടമല്ല. ചില പാർട്ടികൾ, അവർക്ക് മറ്റു പാർട്ടികളെ ഇഷ്ടമല്ല. പരിഹാസം, മൈക്ക് കിട്ടിയാൽ, സ്റ്റേജ് കിട്ടിയാൽ കയറി നിന്നങ്ങ് പരിഹസിക്കുക. ഒരാളെയും പരിഹസിക്കാൻ അള്ളാഹു പെർമിഷൻ തന്നിട്ടില്ല. അത് വലതിനെയാണെങ്കിലും വലത് ഇടതിനെയാണെങ്കിലും ഇത് രണ്ടും അല്ലാത്തതിനെയാണെങ്കിലും ഒരാളെയും, അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെയും ഒരു ജനത മറ്റൊരു ജനതയെയും എന്ത് ചെയ്യാൻ പാടില്ല? പരിഹസിക്കാൻ പാടില്ല. ഇവിടെ പരിശുദ്ധ റമളാൻ കടന്നു വരുന്നു. റമളാനിൽ ചിലപ്പോ പള്ളി നിറഞ്ഞ് ആളുകളുണ്ടാകും. റമളാനിനോടുള്ള സ്നേഹം കൊണ്ട്, റമളാനിനെ ആദരിച്ച്, റമളാനിനെ ബഹുമാനിച്ച് പള്ളിയിലേക്ക് വന്നവരാകാം. അക്കൂട്ടത്തിൽ ചെറുപ്പക്കാരുണ്ട്, പ്രായം ചെന്ന ആളുകളുണ്ട്, നിസ്കാരം എന്തെന്നു പോലും അറിയാത്തവരായ ആളുകളും കാണാം. ഒരാളെയും പരിഹസിച്ചുകൂടാ. അല്ലാഹു തആല നമുക്ക് നല്ലത് മനസ്സിലാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരുദ്ധരിക്കുന്നൊരു സംഭവം കാണാം. ചില മഹാന്മാര് പറയുകയാണ്, അതെ, ഞങ്ങളടുത്ത് മുഹമ്മദ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാള് വല്ലപ്പോഴുമേ നിസ്കരിക്കുകയുണ്ടായിരുന്നുള്ളൂ. തോന്നുമ്പം സല്ലിയാണ്. സല്ലി എന്ന് പറഞ്ഞാൽ വല്ല ജുമായിക്കും പള്ളിയിലുണ്ടാവും, വല്ല ജുമായിക്കും അല്ലെങ്കിൽ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒന്ന് തോന്നുമ്പോ പള്ളിയിൽ വല്ല ദിക്ർ ഹൽക്കയോ പള്ളിയിൽ ചിലപ്പം വല്ല ബിരിയാണി വിളമ്പുമ്പോഴോ ഒക്കെയേ അയാള് പള്ളിയിൽ കാണുള്ളൂ. അല്ലാത്തപ്പോ ഒന്നും അയാളെ പള്ളിയിൽ കാണൂല. ഫഇദാ ദഖല ശഹ്റു റമളാൻ, പരിശുദ്ധമായ റമളാൻ അങ്ങ് കടന്നു വരുമ്പോ സുയ്യന നഫ്സഹു, അയാൾ തന്റെ ശരീരത്തിനെ പരിശുദ്ധമാക്കുന്നു. ബിസ്തിയാബിൽ ഫാഖിറ, നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങിയിടുന്നു റമളാൻ വരുമ്പോ.
എന്നിട്ട് നല്ല മണവസ്തു മേടിച്ച് ആ വസ്ത്രത്തിൽ പുരട്ടുന്നു. വയസൂമു വയുസല്ലി, അയാൾ നോമ്പെടുക്കുന്നു, നിസ്കരിക്കുന്നു. അതുവരെ അയാൾക്ക് നിസ്കാരം ഇല്ല, ഒന്നുമില്ല. അയാൾ പള്ളി പോലും കയറൂല, വല്ലപ്പോഴും ഒക്കെ നിസ്കരിക്കാൻ വരും. എന്നാൽ റമളാൻ എത്തിക്കഴിഞ്ഞാൽ നല്ല വസ്ത്രം വാങ്ങിച്ചിട്ട് നല്ല തൊപ്പിയൊക്കെ വെച്ച് നല്ല കുപ്പായമൊക്കെ അണിഞ്ഞ് അതിൻ്റെ അകത്ത് നല്ല മണവസ്തുവൊക്കെ പൂശി അയാള് പള്ളിയിൽ വരുന്നു, നിസ്കരിക്കാൻ വേണ്ടി വരുന്നു, അയാള് നോമ്പെടുക്കുന്നു. എന്നിട്ട് പള്ളിയിൽ വന്ന് ഫർദ് നിസ്കാരം കഴിയുമ്പോ ആ പള്ളിയിൽ നിന്നുകൊണ്ട് ഖളാ ഉള്ള നിസ്കാരങ്ങളൊക്കെ അയാള് ഖളാ വീട്ടി നിസ്കരിക്കുന്നു. ആ റമളാനിൽ പള്ളിയിൽ ഫർദ് നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ കയറിയ പിന്നെ അയാൾ ഇങ്ങനെ എണ്ണി എണ്ണി അയാൾക്ക് ഖളാ ഉള്ള നിസ്കാരങ്ങളൊക്കെ അയാൾ ഇങ്ങനെ ഖളാ വീട്ടി നിസ്കരിക്കുന്നു. ഫഖുൽതു ലഹു ഫീ ദാലിക, അയാളോട് ഞാൻ ചോദിച്ചു, എന്താ നീ ഇങ്ങനെ ചെയ്യുന്നു? ഫഖാല, അയാൾ പറഞ്ഞു, ഹാദാ ശഹ്റുത് തൗബത്തി വർ-റഹ്മാ, എന്തേ ഞാൻ ഈ റമളാൻ മാസത്തിൽ മാത്രം ഇങ്ങനെ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, നല്ല വസ്ത്രം ധരിച്ച് മണവസ്തു പൂശി ഇതേ ഈ വിശുദ്ധ റമളാനിൽ പള്ളിയിലേക്ക് കടന്നു വരുന്നു. ആ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞത്, ഹാദാ ശഹ്റുത് തൗബ, എന്താണ് കാരണമെന്നറിയുമോ? ഇത് തൗബയുടെ മാസമാ, വർ-റഹ്മാ, ഇത് കാരുണ്യത്തിന്റെ മാസമാ, വൽ ബറകാ, ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ പേമാരി പെയ്തിറങ്ങുന്ന മാസമാണ്, അനുഗ്രഹത്തിന്റെ മാസമാണ്, മഗ്ഫിറത്തിന്റെ മാസമാണ്, റഹ്മത്തിന്റെ മാസമാ, നരകമോചനത്തിന്റെ മാസമാ. അസല്ലാഹു അയ്യതജാവസ, അല്ലാഹു തആല അവന്റെ ഔദാര്യം കൊണ്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയാലോ, ഈ മാസത്തിന്റെ ഹുറുമത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ പവിത്രത കൊണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് അല്ലാഹു തആല എങ്ങാനും എന്നെ അങ്ങ് രക്ഷപ്പെടുത്തിയാലോ. ഇന്നലകളിൽ നിസ്കരിക്കാത്തവനായിരുന്നു ഞാൻ, ഇന്നലകളിൽ പള്ളിയിൽ കയറാതെ നടന്നിരുന്നവനാണ് ഞാൻ. വിശുദ്ധ റമളാൻ ഇങ്ങ് കടന്നു വന്നപ്പോ ആ വിശുദ്ധ റമളാനിനെ ആദരിച്ചുകൊണ്ട്, ആ വിശുദ്ധ റമളാനിനെ ബഹുമാനിച്ചുകൊണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വന്നത് കാരണത്താൽ, നോമ്പെടുത്തത് കാരണത്താൽ, നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ ഖളാ വീട്ടി നിസ്കരിച്ചത് കാരണത്താൽ അല്ലാഹുവെങ്ങാനും എന്നെ അങ്ങ് രക്ഷപ്പെടുത്തിയാലോ, അല്ലാഹു എന്നെ അങ്ങ് രക്ഷപ്പെടുത്തിയാലോ എന്നാണ് ആ മനുഷ്യൻ മറുപടി പറഞ്ഞത്. അങ്ങനെ ഇരിക്കവേ ഫമാത്ത, അയാളങ്ങ് മരണപ്പെട്ടുപോയി, അയാളങ്ങ് മരണപ്പെട്ടുപോയി. ഫറഅയ്തു ഫിൽ മനാമി, അയാൾ മരണപ്പെട്ടതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ സ്വപ്നത്തിൽ അയാളെ കാണുകയാണ്. ആരെ? നിസ്കാരമില്ലാതെ നോമ്പൊന്നും എടുക്കാതെ നടന്ന് റമളാൻ മാസമായപ്പോ പള്ളിയിൽ നിസ്കരിക്കാനും നോമ്പെടുക്കാനും ഒക്കെ സജീവമായി, വിളമ്പാനും ഒക്കെ സജീവമായി, പള്ളിയിലിരുന്ന് ഖുർആൻ ഓതുന്നു. കിട്ടിയ സമയങ്ങളൊക്കെ ഖളാ ഉള്ള നിസ്കാരങ്ങൾ പള്ളിയിരുന്ന് ഖളാ വീട്ടി നിസ്കരിക്കുന്നു. നല്ല സുന്ദരന്റെ രൂപത്തിൽ നല്ല വസ്ത്രം ധരിച്ച്, നല്ല തൊപ്പിയൊക്കെ ധരിച്ച്, നല്ല മണവസ്തുവൊക്കെ പൂശി പള്ളിയിൽ സജീവമായി. ആ മനുഷ്യനങ്ങ് മരിച്ചു പോയപ്പോ അയാളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോ ഫഖുൽതു ലഹു, ഞാൻ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, അല്ലാഹു നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് ആക്കിയത് എന്ന് ചോദിച്ചപ്പോ ഖാല, ആ മനുഷ്യൻ പറഞ്ഞു, ഗഫറ ലീ ലി അജലി ഹുർമതി ശഹ്രി റമളാൻ, അല്ലാഹു എനിക്ക് പുറത്തു തന്നിരിക്കുന്നു, അല്ലാഹു എന്റെ മുഴുവൻ പാപങ്ങളും പുറത്തു തന്നിരിക്കുന്നു. ലി അജലി ഹുർമതി ശഹ്രി റമളാൻ, വിശുദ്ധ റമളാൻ കടന്നു വന്നപ്പോ ആ റമളാനിനെ ആദരിച്ചതിന്റെ പേരില്, ആ റമളാനിനെ ബഹുമാനിച്ചതിന്റെ പേരില്, ആ റമളാനിൽ ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ ചെന്ന് നിസ്കരിച്ചതിന്റെ പേരില്, റമളാനിൽ നോമ്പെടുത്ത
കൊടുത്തതിന്റെ പേരില് അല്ലാഹു തആല എന്റെ കഴിഞ്ഞുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും മുഴുവൻ പാപങ്ങളും അല്ലാഹു എനിക്ക് പുറത്തു തന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരികളെ, മുഅ്മിനീങ്ങളെ, കഴിഞ്ഞുപോയ നിമിഷങ്ങളിൽ എത്രയെത്ര തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിലും, നിസ്കരിക്കാതെ നടന്നിട്ടുണ്ടെങ്കിലും, നോമ്പെടുക്കാതെ നടന്നിട്ടുണ്ടെങ്കിലും, ഈ റമളാനുണ്ടല്ലോ, ഈ കടന്നു വരുന്ന റമളാനുണ്ടല്ലോ, ആ റമളാനിലേക്ക് നമ്മളൊന്ന് കയറണം. ആ റമളാനിന്റെ നോമ്പുകൾ മുഴുവനും പിടിക്കണം. ആ റമളാനിൽ ഒരു വഖ്ത് പോലും മുടങ്ങാതെ നിസ്കരിക്കണം. ആ റമളാനിൽ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഖളാ ഉള്ള നിസ്കാരങ്ങൾ ഖളാ വീട്ടി നിസ്കരിക്കണം. എന്നാൽ കഴിഞ്ഞുപോയ വർഷങ്ങൾ എത്രയെത്ര വർഷങ്ങളാകട്ടെ, കഴിഞ്ഞുപോയ നിമിഷങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾ എത്രയെത്ര വലിയ പാപങ്ങളാകട്ടെ, അല്ലാഹു പുറത്തു തരുന്നതാ, അല്ലാഹു നമുക്ക് കാരുണ്യം തരുന്നതാ. റബ്ബേ, നീ ഞങ്ങൾക്ക് വിശുദ്ധ റമളാനിൽ പൂർണ്ണമായി റബ്ബേ നോമ്പെടുക്കാനും ഇബാദത്ത് ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ വ നബിയിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് റമളാനിൽ ആരെങ്കിലുമൊക്കെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ, റമളാനിൽ ആരെങ്കിലുമൊക്കെ നിസ്കാരം തുടങ്ങി നല്ല വസ്ത്രം ധരിച്ച് തൊപ്പിയൊക്കെ വെച്ച് പള്ളി വരുമ്പോ, പുതിയൊരു നിസ്കാരക്കാരൻ വന്നു, ഒരു തൊപ്പിക്കാരൻ വന്നു, നിനക്ക് തൊപ്പി എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ച് അയാളെ കളിയാക്കാനും പരിഹസിക്കാനും പാടില്ല. കാരണം നമ്മൾ നിസ്കരിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ സ്ഥിരമായി നിസ്കരിക്കുന്നവരാണ്. ആ സ്ഥിരമായി നിസ്കരിക്കുന്ന നമ്മളെക്കാട്ടിലും സ്ഥാനം ആർക്കാണ്? റമളാനിനെ ആദരിച്ച് ബഹുമാനിച്ച് ഈ പള്ളിയിലേക്ക് വന്ന, ഇന്നലെ വരെ നിസ്കരിക്കാതെ നടന്ന, ഇന്നിപ്പോ ഈ തൊപ്പിയിട്ട് നല്ല വസ്ത്രം ധരിച്ചു വന്ന അവനാണ് നമ്മളെക്കാട്ടിലും റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുള്ളത്. അതുകൊണ്ട് നമ്മൾ അവനെ പരിഹസിക്കാൻ പാടില്ല. മാത്രമല്ല, നമ്മുടെ പരിഹാസം കൊണ്ടെങ്ങാനും അവൻ നിസ്കരിക്കാൻ മടി കാണിച്ച് വീട്ടിലിരുന്നാൽ, എന്താ നീ പോകാത്ത പള്ളിയിൽ? റമളാനല്ലേ, നിനക്കൊന്ന് പോയിക്കൂടെ? ഞാൻ പോയി, അപ്പോഴുണ്ട് ഇന്നവൻ എന്നെ കളിയാക്കി, അവന്മാരെന്നെ പരിഹസിക്കുന്നു, എന്നെ പരിഹസിച്ച് ചിരിക്കുന്നു, ഞാൻ പോകുന്നില്ല എന്നെങ്ങാനും പറഞ്ഞ് ഇവൻ ആ നിസ്കാരത്തെയും വിട്ട് റമളാനിനെയും വിട്ട് മാറി നിന്നാൽ നമുക്കതിന്റെ ശിക്ഷ കൂടി നാം വഹിക്കേണ്ടി വരും. അല്ലാഹു തആല നമുക്ക് ചിന്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാൻ അല്ലാഹു തആല അനുകൂലമാക്കിയെടുക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെയൊക്കെയും ചേർത്ത് അനുഗ്രഹിക്കും.